ബിഗ് ബോസ് പ്രേക്ഷകരെ ഞെട്ടിച്ച ലാലേട്ടന്റെ പടിയിറക്കം. അതേ കൂട്ടുകാരെ, നമുക്ക് പുതിയ പ്രൊമോയില് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ എവിക്ഷൻ പ്രക്രിയ നടക്കുന്നതിനിടയിൽ നമ്മുടെ മത്സരാർത്ഥികളുടെ ആ ഒരു എന്താ പറയാ സഹകരണമില്ലായ്മ മൂലം നമ്മുടെ ലാലേട്ടൻ അവിടെ നിന്നും കലിയടക്കാനാവാതെ ഇറങ്ങിപ്പോകുന്ന ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് പുതിയ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് കേട്ടോ. അതായത് ആ ഒരു എവിക്ഷൻ പ്രക്രിയ നടക്കുന്നത് നമ്മുടെ ആ ഒരു മത്സരാർത്ഥികള്, ആ ഒരു എലിമിനേഷൻ പ്രോസസ്സിലുള്ള മത്സരാർത്ഥികള് മുഴുവൻ പുറത്ത് ഗ്രൗണ്ടിൽ ഇങ്ങനെ കൈപിടിച്ച് നിൽക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ അനുമോൾക്കാണ് ആ ഒരു വിധിപ്പെട്ടിയുടെ താക്കോല് കൊടുക്കുന്നുണ്ട്. അനുമോൾ ആ പെട്ടി തുറന്ന് അതിൽ ആരാണെന്ന് അറിയുകയും അതിൽ ആരാണെന്ന് വെച്ചാൽ അയാൾക്ക് പോയി കൊണ്ടുപോയി ഒരു മാല ഇടുക എന്നുള്ളതാണ് നമ്മൾ അനുമോൾക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക് കേട്ടോ. അപ്പൊ നമ്മുടെ നൂറ് അവിടെ വന്ന് നിന്നിത് ഈ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് ഗ്രൗണ്ടിൽ. കാരണം ആദിലയുണ്ടല്ലോ അവിടെ. ബാക്കി ഒരൊറ്റ മത്സരാർത്ഥികൾ പോലും അങ്ങോട്ടേക്ക് വരികയോ ഈ ഒരു ടാസ്കുമായി സഹകരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവിടെ വന്ന് ജസ്റ്റ് നോക്കിയെങ്കിലും നിൽക്കാമല്ലോ. അപ്പൊ നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട്, നിങ്ങൾ ആർക്കും അറിയണ്ടേ ആരാ പുറത്തു പോകുന്നതെന്ന്, ആരും വരുന്നില്ല ഇങ്ങോട്ട് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടൻ, ഞാനിനി പോകുക, ഞാനിനി ഇങ്ങോട്ടേക്കില്ല, ബാക്കി ബിഗ് ബോസ് തീരുമാനിച്ചോളും എന്നും പറഞ്ഞ് നമ്മുടെ ലാലേട്ടൻ അവിടെ നിന്നും പടിയിറങ്ങി പോവുക കേട്ടോ. അപ്പൊ എല്ലാ മത്സരാർത്ഥികളും ഇങ്ങനെ ഇടിവെട്ടേറ്റ പോലെ നിൽക്കുക കേട്ടോ. കാരണം ഇപ്രാവശ്യത്തെ മത്സരാർത്ഥികൾ ഒരു ക്വാളിറ്റിയും ഇല്ലാത്തവരാണെന്ന് പുറമെ കുറെ പേര് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇതും കൂടി ആകുമ്പോൾ പൂർത്തിയായി എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അല്ലെ. എന്തായാലും നോക്കാം. എന്തായാലും ആ ഒരു എവിക്ഷൻ പ്രക്രിയ ഉണ്ട് താനും. അപ്പൊ നമ്മുടെ റെന തന്നെയായിരിക്കും പോകാൻ സാധ്യത കൂടുതലും. റെനയ്ക്കാണ് ഏറ്റവും കുറവ് വോട്ട് ഉള്ളത്. അപ്പൊ നോക്കാം ഇനി എന്തൊക്കെയാണ്. നമ്മുടെ ലാലേട്ടൻ എന്നേക്കുമേ നമ്മുടെ ബിഗ് ബോസിൽ നിന്നും പോയോ, തിരികെ വരുമോ ഇല്ലയോ, കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ കൂട്ടുകാരെ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.